Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു വട സാമ്പാറാണ്. ഉഴുന്നുവട ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വടയും സാമ്പാറാണ് നമ്മളിന്ന് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുമായിരുന്നേ. നല്ല സൂപ്പർ സാമ്പാർ. സൂപ്പർ സാമ്പാർ വിത്ത് 4 മണി ചായ. നമ്മൾ ആദ്യം വടയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് 1-2 സ്പൂൺ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനകത്ത് താളിക്കൽ പരിപാടി ആദ്യം തന്നെ കഴിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ടൈമിൽ ഇതിന് ടിഫിൻ സാമ്പാറിന് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനകത്ത് ഒറ്റ സെക്കൻഡ് കൊണ്ട് പരിപാടികളെല്ലാം തീർക്കുകയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം നമ്മളതിനകത്ത് എടുക്കുന്നില്ല. അതാണ് ഈ സാമ്പാറിൻ്റെ പ്രത്യേകത. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കടുകിട്ടു. അപ്പോൾ നമ്മൾ തോന്നുന്നുണ്ടാവും നമ്മൾ ഇത് ആദ്യമേ തന്നെ എന്താ ചെയ്യണമെന്ന്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വഴികളൊക്കെ. കടുകിട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കടുക് ഉലുവയൊക്കെ നമ്മൾ സാമ്പാറിന് യൂസ് ചെയ്യുന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അത് രണ്ടും പൊട്ടാനെടുക്കുന്ന ഒരു സമയം. അത്രയും കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെജിറ്റബിളാണ്. വളരെ കുറച്ച് വെജിറ്റബിളാണ് ഈ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മളതിനകത്തേക്ക് ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ സവാള ഉള്ളിയായിരുന്നു, അതും 2 എടുത്ത് അത് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി ശ്രദ്ധിക്കുക, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ദെൻ നമ്മളതിനകത്തേക്ക് തക്കാളി ഇട്ടു, 2 തൊണ്ടൻ മുളക് കൂടി അതിനകത്തേക്ക് ഇട്ടു. ശേഷം കറിവേപ്പില, ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെന്തിനാണ് അങ്ങനെ മിക്സ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ ഇത്രയും വെജിറ്റബിളാണ് ആകെ മൊത്തം നമ്മൾ ഈ സാമ്പാറിന് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിൽ വെജിറ്റബിളൊന്നും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഫ്രിഡ്ജിലുണ്ടാവും. ഉള്ളിയൊക്കെ ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. പിന്നെ ഒരു തക്കാളീനെ ഉണ്ടാച്ചാൽ നമ്മൾ പെട്ടെന്നൊരു സാമ്പാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന എന്തൊക്കെ വെജിറ്റബിൾ യൂസ് ചെയ്യുന്നു അതെല്ലാം അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മളതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ അടുത്ത് യൂസ് ചെയ്യുന്ന പൊടികളാണ് കേട്ടോ. ആദ്യം കുറച്ച് ഒരു 1/4 to 1/2 ടീസ്പൂൺ ചെറിയ ഒരു സ്പൂണിന് മഞ്ഞൾപ്പൊടി, കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, അതും ഒന്ന് ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതിനകത്തേക്ക് ചേർക്കുന്നു അതിനകത്ത് ആവശ്യമുള്ള മുളക് പൊടി. നമ്മൾ ആദ്യം എരിവിനുള്ള കുറച്ച് സാമ്പാർ പൊടിയിൽ ഓൾറെഡി മുളക് പൊടിയാണ് ചേർത്താണ്, എന്നാൽ പോലും ഒരു കുറച്ചുകൂടി സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് മുളക് പൊടി ചേർത്തു. പിന്നെ നമ്മളതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്തു. ബിക്കോസ് അതിൻ്റെ കളറേ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പോൾ സാമ്പാർ എടുത്ത് വയ്ക്കുമ്പോൾ അത് ഭംഗിയായിട്ടിരിക്കണ്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് കാശ്മീരി മുളക് കൂടി ചേർത്തു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുകയാണ് ഒരു സ്പൂണും ഒരു 1/4 സ്പൂണും കൂടിയിട്ട് സാമ്പാർ പൗഡർ. നമ്മളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മളിതിനകത്ത് ഈ മഞ്ഞൾപ്പൊടി ഇട്ടോ മുളക് പൊടി ഇടാതിരിക്കുകയായിരിക്കും നല്ലത്. സാമ്പാർ പൊടിയിൽ ഓൾറെഡി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളൊരു 1/4 കപ്പോളം നമ്മൾ സാമ്പാർ തുവരപ്പരിപ്പ് കുതിർത്തി വെച്ചിരുന്നു. ഇത് ഞാൻ ഒരു 1/4 മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ഇത് നേരത്തെ വേവിച്ചെടുക്കുന്നില്ല സാമ്പാറിൻ്റെ പരിപ്പ്. അപ്പോൾ കുറച്ച് കുതിർത്തി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പം നമ്മളുടെ സാമ്പാറിന് ഉപയോഗിക്കുന്ന പച്ചക്കറികളോടൊപ്പം അതുപോലെ തന്നെ നന്നായിട്ട് നമ്മളുടെ പരിപ്പും വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കുറച്ച് നേരം സമയമുണ്ടെങ്കിൽ, ഇതൊന്നും പറയണമെന്നല്ല, പക്ഷേ എന്നാലും സമയമുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കുതിർത്തി വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മളതിനകത്ത് ചേർന്ന് കുറച്ച് കായം എന്ന് പറയുമ്പോൾ നമ്മൾ വടയ്ക്കും പരിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഉഴുന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാമ്പാറിലും നമ്മൾ പരിപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കായത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ നിന്നാൽ സാമ്പാറിന് ടേസ്റ്റും കൂടുതലാവും. അതും ചേർത്തു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഒരു ചെറിയ നമ്മളുടെ പുളി,
അതും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നു. അപ്പോൾ പുളിയായി കേട്ടോ. നമ്മളത് അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട്, കാരണം കുറച്ചുകൂടി വേവാനായിട്ട് കുറച്ചുകൂടി വെള്ളം വേണമല്ലോ. സാമ്പാറിനും വെള്ളമുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് പുളി കൂടി അതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു കാര്യം കൂടിയാണ് നമ്മളിതിനകത്ത് ചേർക്കാനുള്ളൂ. ഉപ്പ്, മുളക് ചേർത്തു, എരിവിന് മഞ്ഞൾപ്പൊടി ചേർത്തു, എല്ലാം ചേർത്തു. കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർത്തു, എല്ലാം ചേർത്തു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യമുള്ള അത്രത്തോളം ഉപ്പ് കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 സീറ്റ് വരുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെന്ത് വരുമ്പോൾ പിന്നെയും കുറുകും. നമ്മൾ വടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഗ്രേവി വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിക്നെസ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വട ഈ സാമ്പാറിൽ മുക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നോക്കുക, അതിനകത്ത് ഉപ്പും പുളിയും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ശേഷം നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 സീറ്റ് വരുന്നവരെ നമ്മളത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 4 വിസിൽ വരുന്നവരം വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, ഉഴുന്നരച്ചെടുക്കുക. ഉഴുന്ന് നമ്മൾ കഴുകി 4 മണിക്കൂർ കുതിർത്ത ഉഴുന്നാണിത്. ഈ ഉഴുന്നിലേക്ക് നമ്മൾ എന്ത് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വടയ്ക്ക് എപ്പോഴും കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്. പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നു ഇഞ്ചി, ഒരു പീസ് ഇഞ്ചി നമ്മൾ ചേർക്കുന്നു. ഇത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് വെച്ചാൽ അധികം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. കാരണം നമുക്കൊരു റൗണ്ട് ഷേപ്പ്, ഉഴുന്നുവടയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ തുടക്കക്കാർക്ക് പെട്ടെന്ന് ആയിന്ന് വരില്ല ഷേപ്പ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ചേർക്കുന്നു. പിന്നെ കട്ട് ചെയ്ത കരിവേപ്പില അങ്ങനെ ഇടുന്നേക്കാൾ നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചിടുമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ആ കറിവേപ്പില അതിനകത്ത് പൊങ്ങിക്കിടക്കരുതല്ലോ. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഉഴുന്നുവടയ്ക്ക് ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തേക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ ആ ഉപ്പും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അരച്ച് വച്ചതിന് ശേഷം ഈ ഉഴുന്ന് എല്ലാ ചേരുവകളും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യണം, അതൊട്ടും എന്താ പറയുക ഇതില്ലാത്ത രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. അതാണ് ഉഴുന്നുവടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ സാമ്പാർ എന്തായി എന്ന് നമുക്കൊന്നും നോക്കാം. അതിൻ്റെ വിസിലിനകത്തുള്ള പ്രഷർ മുഴുവൻ കളയുക. അല്ലാതെ തുറക്കുമ്പോൾ സൂക്ഷിക്കണേ. വേണ്ടോ, നമ്മളുടെ സാമ്പാർ നല്ല ചൂടുള്ള കട്ടിയുള്ള, നമുക്കിനിയിപ്പോൾ അതിൻ്റെ കട്ടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ചിട്ടോ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ടൊരു പാനിൽ വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് ഇട്ട് നോക്കുക, ചെറിയൊരു പീസ് ഓഫ് മാവ്, കാരണം നന്നായിട്ട് ഫ്രൈ ആയോ എന്നറിയാൻ വേണ്ടി, നന്നായിട്ട് ചൂടായോ എന്നറിയാൻ വേണ്ടി. ശേഷം നമ്മളുടെ വടകൾ നമ്മളുടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പിനനുസരിച്ചിട്ട്, അത് ചില സമയങ്ങളിൽ അത് കറക്റ്റായിട്ട് ശരിയാവും, ചില സമയങ്ങളിൽ ചെറിയ പോരായ്മകളുണ്ടാവും കേട്ടോ. അതൊക്കെ എന്താ പറയുക, നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടാൻ പറ്റുമായിരിക്കും. ഇതൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചെയ്യാൻ അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ തോന്നും ഇതെന്താ കറക്റ്റ് മൊരുപ്പായില്ലെന്ന്. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളങ്ങനെ മൊരിഞ്ഞ വടകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കുന്നു. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വടകൾ, എത്ര വടകൾ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് അതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് പതുക്കി ഒന്ന് വേവിച്ചെടുക്കുന്നു. 2 സൈഡും മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവാനായിട്ട്, ഒത്തിരി ഒന്നും വേണ്ട, ചെറുതായിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കോരി എടുത്തതിന് ശേഷം രണ്ടാമത് നമ്മളിനി ഡീപ്പ് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മൊരിഞ്ഞ വട കിട്ടും.
അങ്ങനെ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. വട റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ അത് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വട നമുക്ക് ആവശ്യമുള്ള വട എടുത്തു. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ കൂടി ഒഴിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അതിനകത്ത് ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അതിനൊരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് നമ്മുടെ ഉഴുന്നുവട വിത്ത് സാമ്പാർ റെഡി.